അല്ല, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കത് വിൽക്കാനായിട്ട് ഇപ്പം പറ്റിയില്ല. അതായത് ഒരു റേറ്റ് ബാർഗെയിൻ ചെയ്യുന്നതിൻ്റെ ഒരു കാര്യങ്ങളായിട്ട് വന്നു കഴിഞ്ഞപ്പം അത് കൂടുതൽ നിവിനാണ് അതിൻ്റെ ഒരു കാര്യങ്ങൾ നോക്കിക്കൊണ്ടിട്ട് ഇരുന്നത്. ഓക്കെ. അത് ആക്ച്വലി വേറൊരു കമ്പനി ജിയോ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ നിവിൻ്റെ ഓഫീസിൽ നിന്ന് അത് അവർക്ക് തുക പറഞ്ഞുകൊണ്ടിട്ട് ഇരിക്കുന്ന സമയത്താണ് അതിങ്ങനെ റിലീസായതും കാര്യങ്ങളല്ല. അപ്പൊ അത് സ്റ്റിൽ വിറ്റിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ചാൻസസ്. അതെ. റിവ്യൂ സിനിമയെ ബാധിക്കുമെന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും യെസ്, ബട്ട് ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചതാണ്. റിവ്യൂ അല്ല, അങ്ങനെയല്ല. സിനിമ ഇപ്പം ഒരു എന്താ പറയുക, ഒരു ഭയങ്കര ഒപ്പീനിയൻ ഉള്ള സിനിമയൊന്നും അല്ലെങ്കിൽ പോലും ഭയങ്കരമായിട്ട് കളക്ട് ചെയ്യുന്ന സിനിമകൾ ഇൻഡസ്ട്രിയിലുണ്ട്. ഒപ്പീനിയൻ തീരെ മോശമായിരിക്കും, പക്ഷെ ഭയങ്കരമായിട്ട് കളക്ട് ചെയ്യും. മനസ്സിലായോ? അല്ല, അപ്പൊ ഈ റിവ്യൂ വരുമ്പോ റിവ്യൂ ഒരു ആവറേജ് സിനിമകളൊക്കെയാന്ന് വെച്ചു, അല്ലെങ്കിൽ ഒരു ജസ്റ്റ് അബവ് ആവറേജ് സിനിമകളൊക്കെ ആണെങ്കിൽ ഇപ്പൊ ആളുകൾക്ക് കുഴപ്പമില്ല, കാണാനുള്ള സിനിമയുണ്ട്, വൺ ടൈം വാച്ചബിൾ എന്നൊക്കെ ഉള്ള ഒരു സിനിമയാണെങ്കിൽ ഈ റിവ്യൂവിൽ വേണമെങ്കിൽ തിരിച്ചാക്കാൻ പറ്റും. പറഞ്ഞു മനസ്സിലായോ? നമ്മളൊരു ഫുൾ ആഗ്രഹം ഇല്ല, ആ ഒരു കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ വൺ ടൈം വാച്ചബിൾ ആണ് എന്ന് പറയുന്ന ഒരു സിനിമ നമ്മളൊന്ന് പോയി കാണാം എന്ന് വിചാരിക്കുമ്പോൾ ഈ റിവ്യൂ ഈ പല ടൈപ്പ് ഓഫ് ആളുകളുണ്ടല്ലോ, ഇവരുടെ ഇത് എന്താ പറയുക, ഈ റിവ്യൂ പറയുന്ന രീതികളൊക്കെ അതെ ശൈലി നമ്മളെ ചിലപ്പം ആ സിനിമ പിന്നീട് കാണാം എന്നുള്ള തീരുമാനത്തിലേക്ക് ആക്കാറുണ്ട്. അതെ, തീർച്ചയായിട്ടും. അല്ല, തീർച്ചയായിട്ടും. കാരണം റിവ്യൂ നമ്മളിപ്പോ ഒരു നോർമൽ രീതിയിലല്ലല്ലോ ഇവര് റിവ്യൂ ചെയ്യുന്നത്. ഇപ്പൊ ഈ ഇടയിൽ തന്നെ സിയാദ് വോക്കർ ഒരു സിനിമ എടുത്തിരുന്നു, മാരിവില്യം ഗോപുരങ്ങള്. അശ്വിന്ദു ഒക്കെ അതിനെ അല്ല, അതാ ഞാൻ പറഞ്ഞത്. അതായത് എന്താന്ന് വെച്ചാൽ ഒരു സിനിമ തിയേറ്ററിൽ ഓടുവാണ്, അദ്ദേഹം ആ സിനിമ ബിസിനസ് ചെയ്തിട്ടില്ല. ഫുൾ റിസ്കില് ഒരു നിർമ്മാതാവ് സിനിമ ഇറക്കി കഴിയുമ്പോഴത്തേനും ഇതിങ്ങനെ 4-5 പേര് വന്നിട്ട് ഇങ്ങനെ ആക്രമിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആൾക്ക് കിട്ടുന്ന കളക്ഷനൂടെ പോവല്ലേ, ആൾക്ക് കിട്ടേണ്ട ബിസിനസ്സൂടെ നഷ്ടപ്പെടുത്തുവല്ലേ. അല്ല, ഞാൻ പറഞ്ഞു ഇതാണ് റിവ്യൂ ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് ഇവരെന്താണ് റിവ്യൂ ചെയ്യുന്നത്, ഒരു യൂട്യൂബ് ചാനലാണ്. യൂട്യൂബ് ചാനലിൽ ഏത് സിനിമേനെ വിറ്റാണ് കാശ് ഉണ്ടാക്കുന്നത്? അശ്വിൻ ഗോക്ക് ആരെ വിറ്റിട്ടാണ് പൈസ ഉണ്ടാക്കുന്നത്? ഓക്കെ, സോറി, അദ്ദേഹത്തിന്റെ കമന്റ് പ്ലസോ മൈനസോ ആവട്ടെ, അത് മാറ്റി നിർത്ത്. പക്ഷെ ഒരു പടം എന്റെ സിനിമയാണെന്ന് വിചാരിക്കുക. എന്റെ സിനിമ ഇപ്പോ ബോസ് ആൻഡ് ഗോ എന്ന് പറയുന്ന സിനിമ ഞാൻ വേറെ ഒരാളുടെ സിനിമയും എടുക്കുന്നില്ല. ഏറ്റവും മോശകരമായിട്ടുള്ള രീതിയിൽ അതിനെ കമന്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനെ അവതരിപ്പിച്ച് നശിപ്പിച്ച് കഴിയുമ്പോൾ അത് മറ്റു കാര്യങ്ങളിലെല്ലാം അതിന്റെ ബിസിനസ് കാര്യങ്ങളായിക്കോട്ടെ, ഓഡിയൻസ് ഉള്ളിൽ വരേണ്ട കാര്യങ്ങളായിക്കോട്ടെ, ഒരു പൂർണ്ണമായിട്ടും നശിപ്പിച്ചു കളയാണല്ലോ. പറഞ്ഞു മനസ്സിലായോ? ഒരു തീർത്തും മോശം സിനിമ ഓക്കെ, ഒരു ഇടത്തരം സിനിമകൾ, ഒരു ആവറേജ് ടൈപ്പ് സിനിമകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ സിനിമകളെ തീർത്തും താറടിച്ച് ഇല്ലാതാക്കി കളയുക എന്നുള്ളൊരു സാധനമാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെയുള്ള റിവ്യൂവേഴ്സ് ചെയ്യുന്നു. നല്ല രീതിയിൽ റിവ്യൂ ചെയ്യുന്നവരുണ്ട്, കണ്ടിരുന്നു. പക്ഷെ എനിക്ക് അത് പേഴ്സണലി അത് അത്ര അങ്ങ് ഉൾക്കൊള്ളാനായിട്ട് ഇപ്പം പറ്റിയില്ല. പക്ഷെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ് ഇങ്ങനെ എത്ര രസകരമായിട്ട് അവതരിപ്പിക്കുക. അപ്പൊ കിട്ടേണ്ട ഓഡിയൻസിന് അത് കിട്ടിയിട്ടുണ്ടാവും, ആളെന്താണ് പറഞ്ഞെന്നുള്ള രീതിയിൽ. പക്ഷെ ഇത് അശ്വിന്ദു ഗോക്ക് ആളുകളുടെ ആ ക്യാരക്ടറായിട്ട് വരുവാണ്, എന്നിട്ട് കാട്ടിയിട്ടിട്ട് അതിനെ ഇട്ട് നശിപ്പിച്ച്. ഞാൻ പറഞ്ഞ ഞാനിപ്പോ ഇത് പറയുമ്പോഴും എനിക്കെതിരെ കമന്റ് ഇടുന്നവരുണ്ടാവും. അല്ല, അശ്വിന്ദു എടോ കാശ് മുടക്കിയിട്ടിട്ട് റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കുഴപ്പമിരിക്കുന്നത്? പക്ഷെ ആ റിവ്യൂ ചെയ്യുന്നത് ഇനിയൊരാള് പണം മുടക്കിയ സിനിമേനെ പറ്റിയാണ് ഇയാൾ മോശമാക്കി പറയുന്നത്. പറഞ്ഞു മനസ്സിലാവും. അപ്പം ഈ ആൾക്ക് നേട്ടമില്ലാതെ അല്ലല്ലോ, അതിന്റെ സബ്സ്ക്രൈബേഴ്സ് കൂടുമ്പോൾ, അതിന്റെ വ്യൂവർഷിപ്പ് കൂടുമ്പോൾ അദ്ദേഹത്തിനാണ് അതിന്റെ മെച്ചം കിട്ടുന്നത്. അപ്പൊ ആരെ വെച്ച് ആര് പൈസ ഉണ്ടാക്കുന്നു? അങ്ങനെയല്ലേ? നമ്മളൊരു ഹീറോയിനെ ഡേറ്റ് കിട്ടിയിട്ട് നമ്മളൊരു സിനിമ ചെയ്യുന്ന പോലെയല്ലേ? നമ്മുടെ സബ്ജക്റ്റിലാണല്ലോ ഹീറോയ്ക്ക് ഹിറ്റും അല്ലെങ്കിൽ മെഗാ ഹിറ്റും കിട്ടുന്നത്, അല്ലെ? ഞാൻ പറഞ്ഞ നമ്മുടെ ഒരു സ്ക്രിപ്റ്റ് കൊണ്ടുപോയി ഒരു മെയിൻ സ്ട്രീമിലുള്ള ഏത് ഹീറോയ്ക്കും കൊടുക്കുന്നു. അപ്പൊ ആ സ്ക്രിപ്റ്റിനെ വെച്ചിട്ടാണ് അത് പ്ലസോ മൈനസോ ആയി മാറുന്നത്. എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെ ഒരു സിനിമേനെ വെച്ചിട്ടാണ് ഇദ്ദേഹം കമന്റ് ചെയ്യുന്നത്, ഇദ്ദേഹം വിവരിക്കുന്നത് 5-10 മിനിറ്റ് എടുത്തുള്ള വിവരണം. അതിലെ പൈസ ആർക്കാണ് കിട്ടുന്നത്? അശ്വിന്ദു ഗോക്കിനാണ് കിട്ടുന്നത്. പറഞ്ഞു മനസ്സിലാവും. അതിപ്പോ ഒരാളുടെ പതനത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് പുള്ളി. അപ്പൊ ഞാൻ പറഞ്ഞ അവർക്കൊക്കെ ബിസിനസ് ചെയ്യേണ്ടതല്ലേ? എല്ലാ പ്രൊഡ്യൂസേഴ്സിനും ലിസ്റ്റിൻ ശിവനോ അല്ലെങ്കിൽ ആന്റണി പെരുമ്പാവൂരോ അല്ലെങ്കിൽ മറ്റു പ്രൊഡ്യൂസേഴ്സിന്റെ കൂട്ടൊന്നും എല്ലാവർക്കും ആകാൻ വേണ്ടിയിട്ട് പറ്റത്തില്ലല്ലോ.
ഇതിന്റെ താഴത്തെ തട്ടിൽ ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. ഉണ്ടല്ലോ. അതെ, പറഞ്ഞു മനസ്സിലായി. അപ്പൊ അത് കടന്ന് കഷ്ടപ്പെടുന്ന ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. അവർക്കും പല കാര്യങ്ങളും ചെയ്യാനായിട്ടുണ്ടല്ലോ. അത് ഇങ്ങനെയുള്ള റിവ്യൂവേഴ്സ് വന്ന് പറഞ്ഞ് നശിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ കംപ്ലൈന്റ്. പറഞ്ഞു മനസ്സിലായി. അശിന്ദുവൊക്കെ കമന്റ് പറഞ്ഞോട്ടെ, ആ പടം എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച പോലെയുള്ള രീതിയിലുള്ള സിനിമ അല്ലായിരുന്നു അത്, അങ്ങനെയൊക്കെയുള്ള ലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയട്ടെ. പക്ഷെ ഇത് നശിപ്പിച്ച് കളയേണ്ട ഒരു കാര്യമില്ല എന്നേ ഉള്ളൂ എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, ട്രാഫിക് പോലുള്ള സിനിമ എടുക്കാമെന്ന് തീരുമാനിച്ച ലിസ്റ്റിൻ സ്റ്റീഫൻ രോമാഞ്ചം പോലൊരു സിനിമ എന്തുകൊണ്ട് വേണ്ടെന്ന് വെച്ചു? ചിലപ്പോൾ പണ്ടത്തെ പോലെ ഇനി റിസ്ക് എടുക്കേണ്ട എന്ന തീരുമാനം കൊണ്ടാണോ? അല്ല, അങ്ങനെയല്ല കേട്ടോ. അതൊക്കെ ഒരു മ്യൂസിക്കലി ഭയങ്കര വർക്കായ ഒരു സിനിമയാണ് മ്യൂസിക്കലി. അപ്പോൾ നമ്മൾ ആ സിനിമ ഒക്കെ വളരെ നേരത്തെ ഈവൻ കണ്ടു കഴിഞ്ഞപ്പോൾ എന്താണ് എനിക്കത് അത്ര അങ്ങ് ഞാൻ അങ്ങനത്തെ ഒരു ലൈഫിലൂടെ ഇങ്ങനെ ഈ ബാംഗ്ലൂരൊക്കെ ഇപ്പം ഈവൻ പോയി ഒരു ഹോസ്റ്റലുകളിൽ നിന്നിട്ടില്ലാത്തതുകൊണ്ടിട്ടാണോ എനിക്ക് എന്തോ അത് അത്ര അങ്ങ് ഒരു ഡൈജസ്റ്റ് ആയില്ല. പക്ഷെ മജോറിറ്റിക്ക് വർക്കൗട്ട് ആയ സിനിമ, ഭയങ്കര ഹിറ്റായിട്ടുള്ള സിനിമ. അപ്പോൾ നമ്മളത് അക്സെപ്റ്റ് ചെയ്യുകയാണല്ലോ. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന, ഞാൻ പറയുന്ന സിനിമകളോ അല്ല ഞാൻ തന്നെ ഇഷ്ടപ്പെട്ടിട്ട് എടുക്കുന്ന സിനിമകളൊന്നും അല്ല ഇവിടെ ഓടുന്നത്. പറഞ്ഞു മനസ്സിലാവും. അപ്പൊ അതുകൊണ്ടിട്ട് ഇതൊക്കെ നമ്മുടെ ജസ്റ്റ് ഒരു തോന്നൽ എന്നുള്ള സാധനം മാത്രമേ ഉള്ളൂ. ആ സമയത്ത് നമുക്ക് തോന്നുന്ന ഒരു ഞാൻ രോമാഞ്ചൊക്കെ ഒരു 3-4 പ്രാവശ്യം കണ്ടു. കാരണം എന്തുകൊണ്ടിട്ടാണ് എനിക്ക് ഏത് ഏരിയയാണ് ഇത് ഇഷ്ടപ്പെടാത്തത്, എന്തുകൊണ്ടിട്ടാണ് ഇത് വർക്കാകാതെ പോയത് എന്നൊക്കെ എന്നെ തോന്നിപ്പിച്ച് കൊണ്ടിട്ട് പല പ്രാവശ്യം ഞാൻ ആ സിനിമ കണ്ടായിരുന്നു. ആടുജീവിതത്തെ പറ്റി പറയാതിരിക്കാനേ വയ്യ. ഇത്ര വലിയൊരു മാജിക് തന്നെയാണ് ഞങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചത്. അതിൽ പൃഥ്വിയുടെ എഫേർട്ടിനെ എല്ലാവരും അംഗീകരിച്ചതാണ്. അപ്പം സിനിമയ്ക്ക് ഓസ്കാർ വരെ ലഭിക്കാൻ ചാൻസ് ഉണ്ടെന്നാണ് ആരാധകർ പറയുന്നത്. ഇതുവരെ ചിത്രം ഏതെങ്കിലും അന്താരാഷ്ട്ര ചലച്ചിത്ര മേഖലയിൽ അയച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ആ ഒരു പുരസ്കാരം നമ്മുടെ മലയാള സിനിമയ്ക്ക് തേടിയെത്തുമെന്ന് പ്രതീക്ഷിക്കാമോ? അല്ല, തീർച്ചയായിട്ടും ഞാൻ ഈ സിനിമ ഇറങ്ങുന്നതിൻ്റെ വളരെ നാളുകൾക്ക് മുമ്പ് ഞാൻ ഈ സിനിമ കണ്ടയാളാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ഞാൻ പൃഥ്വിരാജിനെ വിളിച്ചും പറഞ്ഞു, രാജുവിൻ്റെ കരിയറിലെ ബെസ്റ്റ് സിനിമ എന്ന് പറയുന്നത് ഇതാണ്. രാജു അഭിനയിച്ചിട്ടില്ല എന്ന്, അതായത് ഞാനും രാജുവും തമ്മിൽ സംസാരിക്കുന്ന ഒരു ഭാഷയിലാട്ടോ ഞാൻ പറഞ്ഞു. അതായത് രാജു ഇതുവരെയായിട്ടുള്ള ഏത് സിനിമയിലും ഞാൻ പറയും ഒരു സീനെങ്കിലും രാജു അതിൻ്റെ അകത്ത് അഭിനയിച്ചതാണ് എന്ന് ഞാൻ പറയുമെന്ന് പറഞ്ഞു. അതെ അതെ, ഈ സിനിമയിലാണ് രാജു അഭിനയിക്കാത്ത സിനിമ എന്നേ ഇത് പറയുള്ളൂ. അത്ര നന്നായിട്ട് രാജു അത് ചെയ്തിട്ടുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതായത് ഇത് ഒരു മരുഭൂമിയിൽ ഇങ്ങനെ വന്ന് ചെയ്യാന്ന് പറയുന്ന അതിൻ്റെ അകത്തൊരു ഡെഡിക്കേഷനും, അതിൻ്റെ അകത്ത് പിന്നെ ഇത് വെയിറ്റ് കുറയ്ക്കുക, കൂട്ടുക, ഇതിൻ്റെ ഇടയ്ക്ക് എത്ര പടങ്ങളും ഇവൻ ചെയ്തു, കൊറോണ വന്നു, അതിൻ്റെ അകത്ത് എനിക്കിതൊരു ഒരു പരിധി വരെയുള്ള കാര്യങ്ങൾ ഡയറക്റ്റ് അറിയാവുന്ന ഒരു വ്യക്തിയും കൂടെ ആയതുകൊണ്ടിട്ട് ഇതിനു വേണ്ടിയിട്ട് എടുത്ത എഫോർട്ട് വളരെ വലുതായിരുന്നു, ഭീകരമാണ്. അപ്പോൾ 100% ഇപ്പം ഈ പൊളിറ്റിക്കലി ഒന്നും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഈ വർഷത്തെ അവാർഡ് തീർച്ചയായിട്ടും പൃഥ്വിരാജിനുള്ളതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. കാരണം എനിക്കിപ്പോൾ അതൊരു പൃഥ്വിരാജിനെ ഞാൻ അടുത്തറിയുന്ന ആള്, അല്ലെങ്കിൽ ഞാൻ പൃഥ്വിരാജിനെ വെച്ച് കുറെ പടങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിലല്ല. ഒരു സിനിമ അതിൻ്റെ ഒരു എഫേർട്ട് ഉണ്ടല്ലോ. ഒരു ഡയറക്ടർ, ബ്ലസി എന്ന് പറയുന്ന ഡയറക്ടർ എത്രയോ വർഷത്തെ ഒരു പരിശ്രമമാണ്. അപ്പോൾ എനിക്ക് ബ്ലസിയേട്ടനെ അറിയാം. പുള്ളി സിനിമ എന്നും പറഞ്ഞ് മരിച്ചിരിക്കുന്ന ഒരാളാണ്. ഇതിൻ്റെ ഏറ്റവും കാര്യങ്ങൾ ഇങ്ങനെ പുറകെ നിന്ന് അത്രയും ഒരു സിനിമ അതിനെ ഡിസർവ് ചെയ്യുന്നു. പറഞ്ഞു മനസ്സിലായി.